എല്ലിസ് ഐലൻഡിൽ നിന്ന് അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇവിടെയുള്ള ഈ ഒരു ദൃശ്യം ഒരിക്കൽ കൂടി നമുക്ക് ഇതിൽ പകർത്തണം തോന്നി. അത്ര മനോഹരമായ സ്ഥലം. ഐസ് ഫോൾ കൊണ്ടൊക്കെ ഇവിടെ ഫുള്ളി ഇവിടുത്തെ കളറുകൾ തന്നെ ആകെ മാറിയിരിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നമ്മുടെ കരയിലേക്ക് ബോട്ടിൽ പോകണം. ക്രൂയിസ് ഇറങ്ങി നമ്മൾ നടന്നിട്ട് പോകുന്ന പോക്കിൽ നമ്മൾ മിക്കവാറും നടക്കാൻ പറ്റിയ ദൂരങ്ങളൊക്കെ നമ്മൾ നടന്നേ പോവുള്ളൂ. കാര്യം ആ സിറ്റി നമുക്ക് പരിചയമില്ലാത്ത സിറ്റി, അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വാൾ സ്ട്രീറ്റിലാട്ടോ. ന്യൂയോർക്ക് സിറ്റിയിലെ ലോവർ മാൻഹാട്ടനിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ ഒരു തെരുവാണ് വാൾ സ്ട്രീറ്റ്. പടിഞ്ഞാറ് ഭാഗം ബ്രോഡ്വേ ആണ്. സൗത്ത് സ്ട്രീറ്റ് കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് നദിക്കും ഇടയിലായി 8 സിറ്റി ബ്ലോക്കുകൾ നീളമുള്ളതാണ് വാൾ സ്ട്രീറ്റ്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൻ്റെ മറ്റൊരു നാമമാണ് വാൾ സ്ട്രീറ്റ്. 1653 മുതൽ 1699 വരെ ഇവിടെ ഒരു യഥാർത്ഥ മതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് വാൾ സ്ട്രീറ്റ് എന്ന പേര് വന്നതെന്ന് ചരിത്രം പറയുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു അടിമ മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് രേഖകൾ പറയുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലാണ് ഈ കാണുന്ന തരത്തിലുള്ള ബഹുനില കെട്ടിടങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ലോവർ മാൻഹാട്ടനിലുള്ള ഒരു പുരാതന ചർച്ച് നമുക്കിവിടെ കാണാം. ചർച്ചിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു സെമിത്തേരി. വാൾ സ്ട്രീറ്റും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്നു. ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് റോഡ് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്താൽ എത്തിപ്പെടുന്നത് നമ്മൾ 2001 അമേരിക്കയെ മാത്രമല്ല ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവം നടന്ന സ്ഥലത്തേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2 കെട്ടിടങ്ങളാണ് അന്ന് ആ തീവ്രവാദ ആക്രമണത്തിൽ നാമാവിശേഷമായത്. മാൻഹാട്ടനിൽ സ്ഥിതി ചെയ്യുന്ന 7 ബഹുനില കെട്ടിടങ്ങളുടെ ഒരു സംഘമായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ. അതിൽ ഏറ്റവും ഉയരം കൂടിയ 2 കെട്ടിടങ്ങളാണ് അന്ന് തകർന്നു വീണത്. 1973 പ്രവർത്തനം ആരംഭിച്ച വേൾഡ് ട്രേഡ് സെന്റർ 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിൽ തകർക്കപ്പെടുന്നത് വരെ ആ ബിൽഡിങ്ങുകളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്. 2977 ജീവനുകളാണ് അന്നത്തെ ആ ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. അത്രയും ആളുകൾ പേരുകൾ ഈ 2 ഫൗണ്ടേഷനിലുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാർബിളിൽ കൊത്തി വെച്ചിട്ടുണ്ട് അവിടെ. വളരെ ഭംഗിയായി നിർമ്മിച്ച ഈ ഓപ്പൺ മെമ്മോറിയൽ മ്യൂസിയം ജീവൻ വെടിഞ്ഞവർക്കുള്ള ആദരസൂചകമായി നിലനിൽക്കുന്നു. 2014 സെപ്റ്റംബർ 12 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതുതായിട്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് കൂടിയുണ്ട്. നമുക്ക് അവിടേക്ക് കൂടി പോകണം. അപ്പോൾ ഈ മ്യൂസിയം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാം. ഈ സ്മാരക മ്യൂസിയത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ നിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ അടുത്ത് തലയുയർത്തി നിന്ന ആ ബിൽഡിങ്ങുകളാണ് അന്ന് തകർക്കപ്പെട്ടത്. നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു സ്ഥലത്താണ് ഈ മ്യൂസിയം. ആ സ്ഥലത്തായിരുന്നു നേരത്തെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ പോസ്റ്റിൽ ഇതാ കാണാം നമുക്ക് 9/11 മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം. ഈ ഏരിയ മൊത്തമായിട്ട് മാർബിൾ പാകിയിരിക്കുന്ന സ്ഥലം കേട്ടോ. ഈ ഓപ്പൺ സ്ഥലത്ത് ഫുള്ളി പോലീസ് പ്രൊട്ടക്ഷനുമാണ്. മ്യൂസിയത്തിൻ്റെ അകത്ത് നമ്മൾ പുറത്ത് കിടന്നു. അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ട്രേഡ് സെൻറ്ററിൻ്റെ കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. ആർക്കിടെക്ചറിലൊരു വിസ്മയം തന്നെയാണ് ഇത്. വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടൈപ്പ് ബിൽഡിംഗ്. ഈ ടൈപ്പ് ബിൽഡിംഗ് നമ്മൾ വേറെ എവിടെയും ദർശിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഒരു ഷിപ്പിൻ്റെ മാതിരി എല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു കോംപ്ലക്സാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ കോംപ്ലക്സ്. ആപ്പിളിൻ്റെത് ഉൾപ്പെടെ വേൾഡ് ബ്രാൻഡുകളുടെ ഒരു വൻ ശേഖരമുള്ള ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ട് തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മെട്രോ സ്റ്റേഷനിൽ നമുക്ക് നാട്ടിൽ പോകാം. ഇത് ആപ്പിളിൻ്റെ സ്റ്റോറാണ്. ആപ്പിൾ പ്രോഡക്റ്റുകൾക്ക് ഇവിടെ നമ്മളെ നാട്ടിൽക്കാട്ടിൽ 30% കൂടുതൽ വിലക്കുറവുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഏകദേശം 5 കിലോമീറ്റർ നടന്നു കേട്ടോ നമ്മൾ. അങ്ങനെ അമേരിക്കയിലെ പ്രസിദ്ധമായ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 1869 നിർമ്മാണം തുടങ്ങി 1883 പൂർത്തീകരിച്ച ഒരു ബ്രിഡ്ജാണിത്. ആ കാലത്ത് ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഒരു ജർമ്മൻ പൗരനായ ജോൺ റോയ്ബ്ലിങ്ങിൻ്റെ ഐഡിയയിലാണ് ഈ ഒരു ബ്രിഡ്ജ് രൂപം കൊണ്ടത്. 1834 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. മഞ്ഞ് പെയ്ത്തിനൊന്നും ഒരു ശമനവും ഇല്ല കേട്ടോ. റോഡ് മൊത്തം മഞ്ഞാണ്. നടക്കുന്നൊരു വഴിയിൽ മാത്രമേ മഞ്ഞിൻ്റെ കുറച്ച് കുറവ് കാണുള്ളൂ. സമയം ഇപ്പോൾ സന്ധ്യയോടടുത്ത്. ഈ ബ്രിഡ്ജിലുള്ള വഴിവിളക്കുകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചുറ്റുവട്ടത്തുള്ള ബിൽഡിങ്ങുകളിലൊക്കെ വെളിച്ചം കാണാൻ തുടങ്ങി. നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ 2 ഭാഗത്തൂടെയായിട്ട് 2 സൈഡിലേക്കായിട്ട് വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സെൻട്രൽ കൂടിയുള്ള പാത്താണ് പെഡസ്ട്രിയൻസിനുള്ളത്. അത് മൊത്തം ഐസ് വീണുകൊണ്ടിരിക്കുകയാണ്.
ഒരു ഭാഗത്തൂടി മാത്രം നടക്കാനുള്ള വഴി ക്ലിയർ ആക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് തോന്നുന്നു. 2 സൈഡിലായിട്ട് ഐസ് കൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 കിലോമീറ്ററിൽ കൂടുതൽ നമ്മളിപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നടന്നുണ്ടോ. നമ്മൾ അടുത്തടുത്താണെന്ന് തോന്നിയെങ്കിലും ഇത് അകന്നകന്ന് പോകുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ഇതേമാതിരിയാണ് ഐസ് ഇതിൻ്റെ ഇവിടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ഈ വാഹനം വന്നു പോയി കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആവും. ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വേറൊരു ബ്രിഡ്ജ് അതപ്പുറം. ബ്രൂക്ലിൻ ബ്രിഡ്ജിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ചു നടന്നു. ഇപ്പോൾ സന്ധ്യ അത്യാവശ്യം ഇരുടായി വരുന്നുണ്ട്. എല്ലാ വിളക്കുകളൊക്കെ തെളിഞ്ഞ് ബിൽഡിങ്ങുകളൊക്കെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മൾ ന്യൂയോർക്കിലെ ലാസ്റ്റ് രാത്രിയാണ് ഇന്ന് നമ്മളെ. നാളെ കാലത്ത് നമ്മൾ ഇവിടുന്ന് യാത്രയാവും. ഇതൊരു പാർക്കാണ്. ഐസൊക്കെ വീണ് നടന്ന് പാർക്കിൽ ഇരിപ്പിടങ്ങളൊക്കെ ഐസ് മൂടിക്കിടക്കുകയാണ്. ഇവിടുന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അതൊന്നും ഇതുവരെ കഴിച്ചില്ല. ഇപ്പം നമ്മൾ ഏകദേശം നമ്മളെ ഹോട്ടലിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞിനൊന്നും എവിടെയും ഒരു കുറവില്ല. പക്ഷേ റോഡിൻ്റെ മുകളിൽ ഐസൊക്കെ മെൽറ്റായിട്ടുണ്ട്. കാരണം അവർ അത് സമയാസമയങ്ങളിൽ ഉപ്പ് വിതറിക്കൊണ്ടിരിക്കും. അങ്ങനെ യാത്രയിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതിൽ ന്യൂയോർക്കിലെ ചൈന ടൗൺ. ഈ ചൈന ടൗൺ പ്രത്യേകം നമുക്ക് തിരിച്ചറിയാം. കാരണം അവർ പ്രത്യേകമായിട്ട് അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രത്യേക ടൈപ്പ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സുവനീർ ഷോപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. NY ഗിഫ്റ്റ് സുവനീർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യൂയോർക്ക് ഗിഫ്റ്റ് സുവനീർ എന്നാണ്. പക്ഷേ ഏത് സാധനങ്ങൾ ന്യൂയോർക്കിൻ്റെ ഏത് സുവനീർ എടുത്താലും അത് മേക്ക് ചൈനയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സുവനീർ ഷോപ്പിനകത്ത് നമ്മൾ കയറി. അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടിയിട്ടുള്ള കയറ്റാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. അത്യാവശ്യം വില കുറവ് കിട്ടും. ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്രങ്ങളിലുള്ളേക്കാൾ കുറച്ച് റേറ്റ് വ്യത്യാസത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് കിട്ടും. ഒരുപാട് വലിയൊരു ഷോറൂമാണിത്. തുണിത്തരങ്ങളും മറ്റേ മാഗ്നറ്റ് ഐറ്റംസും കീച്ചെയിൻ, പേരെഴുതിയ കീച്ചെയിൻ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നൊരു ടൗണാണ് കേട്ടോ ഇത്. പല ഭാഗത്തേക്കായിട്ട് ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഇതൊരു ജ്വല്ലറി ഷോപ്പ്. ഡയമണ്ട് ആഭരണങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ കാണുന്ന സ്ഥലത്തൊന്നും കേരളത്തിൽ കാണുന്ന മാതിരി അത്ര ഒരുപാട് ജ്വല്ലറികളൊന്നും കാണില്ല കേട്ടോ. ഇവിടെ നിന്ന് അത്ര ഒരു ആഭരണങ്ങളോട് ഭ്രമമുണ്ടോ എന്ന് തോന്നില്ല. ന്യൂയോർക്കിലെ മാൻഹാട്ടനിലുള്ള ഒരു ആപ്പിളിൻ്റെ സ്റ്റോറാണ് ഇട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ഫോൺ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെയായിട്ട് നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഐഫോണിൻ്റെ ഒരു 15 Pro ആണ് ഇവിടുന്ന് നോക്കിയത്. അപ്പോൾ ഇവിടെ അതിൻ്റെ വില, ഇവിടുത്തെ ടാക്സൊക്കെ അടക്കം ഇന്ത്യൻ റുപ്പി ഏകദേശം 1,02,000 രൂപ വരും. അതിന് നമ്മുടെ നാട്ടിൽ ആ സമയത്ത് 1,35,000 അപ്പോൾ അത്രയും ഡിഫറൻസ് അവിടെ ഫോണിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഇതല്ലാതെ വേറെ സ്റ്റേറ്റ്, ഒരു ക്യാപിറ്റൽ സിറ്റി വാഷിങ്ടൺ DC ഇത് വീണ്ടും ഇതിന് വില കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇവിടെ ചോദിച്ചിട്ട് ഇവർ പറഞ്ഞില്ല. കാരണം വേറെ പുറത്തുനിന്നൊരു പാർട്ടി പറഞ്ഞു അവിടെ ടാക്സിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ ചെറിയ വ്യത്യാസം കൂടി അവിടെ നിന്നാണെങ്കിൽ കുറഞ്ഞ വ്യത്യാസം കൂടി വരുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയി. വലിയൊരു ഷോറൂം, ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ്. നാളെ നമ്മൾ വാഷിങ്ടൺ DC തിരിക്കുകയാണ്. ന്യൂയോർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. വാഷിങ്ടൺ DC വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.